Hello dear students. So we already discussed the definite integral, how to find the definite integral, what's the meaning, geometrical meaning of definite integral, etc. And also in the starting of this section, we derive the definition of means the meaning of definite integral by finding the distance traveled by a car, right? So ഒരു കാർ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ or if it is passing through a curved line and the displacement of the car, that is the distance traveled by the car, is the area under the curve. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? നമുക്ക് അതൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇഫ് വി ഓഫ് ടി ഈസ് എ നോൺ നെഗറ്റീവ് വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കാർ, നോൺ നെഗറ്റീവ് കേട്ടോ, വെലോസിറ്റി ഓഫ് എ കാർ traveling in a straight line, then is a distance covered by the car from t equal to a and t equal to b is the given by the area of the region under the graph of the velocity function on the time interval closed interval ab. ഓക്കെ, നമ്മളൊക്കെ അത് കണ്ടതാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ ഏരിയയാണ് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റഗ്രൽ a to b v of t dt is equal to displacement of the car between t equal to a and t equal to b. അപ്പോൾ എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അർത്ഥം എന്താ? എസ് ഓഫ് എ, എസ് ഓഫ് ബി മൈനസ് എസ് ഓഫ് എ അല്ലേ? അതായത് എസ് ഓഫ് ബി ഈക്വൽ ടു എസ് ഓഫ് എ പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി. അതായത് ഒരു കാറിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആഫ്റ്റർ ദിസ് ടൈം അല്ലെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലേ ഇവിടെ നിന്ന് കിട്ടിയത്? ഓക്കെ, ഇതാ കർവ് വെച്ചിട്ടുള്ളതാണ്. അതായത് ഇതാണ് നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ. അതായത് ദേ അറിയാം, നമ്മുടെ റോഡ് അറിയാലോ, സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ? അപ്പോൾ ദേ കുറച്ച് ഹൈറ്റിൽ അത് ആക്സലറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി, ഈ ഒരു ഇതിൽ കയറി താഴെ then സ്പീഡ് കുറച്ചു, താഴത്തേക്ക് വന്ന് ഈ ഒരു ഡയറക്ഷൻ, ഇങ്ങനെ ഒരു പാത്തിലൂടെയാണ് നമ്മുടെ കാർ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സ്പീഡ് കുറഞ്ഞ് കൂട്ടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദ റീജിയൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? പോസിറ്റീവ് ഈ എക്സ് ആക്സിസിന് മുകളിലുള്ള ഭാഗങ്ങളുടെ സമ്മ് മൈനസ് എക്സ് ആക്സിന് താഴെയുള്ള സം, അങ്ങനെയല്ലേ നമ്മൾ ഇൻറ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ റീജിയൻ എബവ് ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി മൈനസ് ഏരിയ ഓഫ് ദ റീജിയൻ ബിലോ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി. The distance covered by the car in the positive direction minus the distance covered by the car in the negative direction. That is the displacement of the car between t equal to a and t equal to b. നമ്മൾ നേരത്തെ കണ്ട പോലെ എസ് ഓഫ് പി ഈക്വൽ ടു എസ് ഓഫ് എ പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ടി ടി. ഈ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം രണ്ട് തരത്തിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തരത്തിൽ ചെയ്ത് സ്കൂൾ കുട്ടികൾ ചെയ്യുന്ന പോലെ നമുക്ക് പറയാം, നമ്മളധികം മാത്സ് അറിയാത്തവർ ചെയ്യുന്ന കാര്യം പോലെ. രണ്ടാമതാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ രണ്ടും സെയിമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് ഈസ് ഗിവൺ ബൈ, ഇവിടെ വെലോസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി മൈനസ് 20. ടൈം ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഇതാണ് ടൈം എന്ന് പറയുന്നത്. where v of t is measured in feet per second and t is in seconds and show that at t equal to 40, അതായത് എന്താ വേണ്ടത്? ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. 40 സെക്കൻഡോ 40 മിനിറ്റ്സോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അത് ടൈം കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടി ഈക്വൽ ടു 20 എന്ന് പറഞ്ഞത് എന്താ? വൈ ഈക്വൽ ടു എക്സ് മൈനസ് 20 എന്ന് പറഞ്ഞതുപോലെ എന്താ സംഭവം? സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2 പോയിന്റ് ഉണ്ടെങ്കിൽ എക്സിന് 0 വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ വരിക? എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ മൈനസ് 20 വരും. എക്സിന് 20 വരുമ്പോൾ വൈയുടെ വാല്യൂ 0 എന്ന് വരും അല്ലേ? അതായത് 20 0 0 മൈനസ് 20 എന്ന് 2 പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദേ അതിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ഓഫ്, അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ 0 to 40 വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുക? ഏരിയ എബവ് ദ എക്സ് ആക്സിസ് മൈനസ് ഏരിയ ബിലോ ദ എക്സ് ആക്സിസ് അല്ലേ? ഇത് നോക്കിയാൽ 2 ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ബി എച്ച് ആണ് അല്ലേ? ബേസ് 20 ആണ്, ഹൈറ്റും 20 ആണ്. അങ്ങനെ 2 ട്രയാങ്കിളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഹാഫ് ബി എച്ച് വരുമ്പോൾ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 20, അപ്പോൾ ഇവിടെ 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഫിഗർ വരച്ചിട്ട് എല്ലാ കേസിലും നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മീൻസ് സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടു ഗ്രാഫിങ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതുപോലെ പരാബോള, എലിപ്സ്, സർക്കിൾ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ലാത്തതൊന്നും അത്ര ഈസി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രൽ എന്നുള്ള വാല്യൂ കാണണം. ഓർത്ത് നമ്മൾ എന്താ കണ്ടത്, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 to 40, ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടത് 0 എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ എന്താ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ എവിടെ ആണോ അതേ പോയിന്റിൽ തന്നെ ആയിരിക്കും ഡെസ്റ്റിനേഷൻ. മീൻസ് ഇത്രയും 40 കിലോമീറ്റർ ഈ വെലോസിറ്റി ഫംഗ്ഷനിൽ കാറ് മൂവ്സ് ടോട്ടൽ ഓഫ് 200 feet ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഇൻ ദ ഫസ്റ്റ് 20 സെക്കൻഡ് താഴത്തേക്ക് അല്ലേ. ദെൻ മൂവ്സ്, ഇപ്പോൾ നമ്മൾ റിവേഴ്സിലിട്ടൊരു 200 feet ബാക്കിലേക്ക് പോയി തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ എവിടെയാവും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉണ്ടാവും അല്ലേ. ദെൻ മൂവ്സ് എ ടോട്ടൽ ഓഫ് 200 feet ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഇൻ ദ നെക്സ്റ്റ് 20 സെക്കൻഡ്. ദാറ്റ് ഈസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ. ഇപ്പോൾ എസ് ഓഫ് 40 ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ പോവാണ്. എസ് ഓഫ് ടി എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ കാറ്. ദെൻ എസ് ഓഫ് ടി എങ്ങനെയാണ് കാണുക, ഡി എസ് ബൈ ഡി ടി ആണ് നമ്മുടെ വെലോസിറ്റി അല്ലേ. ഓക്കെ, ദെൻ വി ഓഫ് ടി ഈസ് ഗിവൺ ടി മൈനസ് 20. എസ് ഓഫ് ടി എങ്ങനെയാണ് കാണുക, ഇൻറ്റഗ്രൽ ഓഫ് എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് വി ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ടി മൈനസ് 20 ഡി ടി. നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടത് കേട്ടോ. ഇവിടെ t² മൈനസ് 20t പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇനീഷ്യൽ എന്താണ്, ടി ഈക്വൽ ടു സെക്കൻഡിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. അതായത് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് ഓഫ് 0 എന്ന് പറയുന്നത് 0, അല്ലെങ്കിൽ എസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. സോ ഈ കണ്ടീഷനിൽ എസ് ഓഫ് ടി ഈക്വൽ ടു t² മൈനസ് 20t പ്ലസ് സി ആണ്. അപ്പോൾ എസ് ഓഫ് ടിക്കും എസ് ഓഫ് 0ക്കും 0 കൊടുത്ത് എന്താ വരിക, ത്രൂ ഔട്ട് ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈക്വേഷൻ എന്താ വരിക, ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും, ഇതും 0 ആവും. ദാറ്റ് ഈസ് സി ഈക്വൽ ടു 0 റൈറ്റ്. അപ്പോൾ സി ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഓഫ് 0 അല്ലേ. എസ് ഓഫ് 0 എന്ന് തന്നിട്ടില്ല, എസ് ഓഫ് 0 അല്ലേ. അപ്പോൾ ഇത് എസ് ഓഫ് 0 ആവും. എസ് ഓഫ് 0 ഈക്വൽ ടു 0 മൈനസ് 0 പ്ലസ് സി. സോ സി ഈക്വൽ ടു എസ് ഓഫ് 0. ദഫോർ എസ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ ഇതാണ് കിട്ടിയിട്ടുണ്ട് അല്ലേ. എസ് ഓഫ് 40 എന്തായിരിക്കും, ടിയുടെ പ്ലേസിൽ 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എസ് ഓഫ് 40 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 40² മൈനസ് 20 ഇൻറ്റു 40 പ്ലസ് എസ് ഓഫ് 0. അപ്പം നേരത്തെ എന്താ കിട്ടിയത്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ദാറ്റ് ഈസ് എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0. അതായത് നെഗറ്റീവ് ഡയറക്ഷനിലും അതേ ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ് ഡയറക്ഷൻ പിന്നെയും മൂതിരിക്കുന്നത്. അപ്പം അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉണ്ടാവും. ഇത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിലെ കണ്ടീഷൻ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ലിമിറ്റിൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ വാല്യൂ 0 ആണ്. ഇൻറ്റഗ്രൽ എ ടു ബി നമ്മൾ എങ്ങനെയാണ് അത് കാണുക, നമ്മൾ എ ടു ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻറ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ഇതിനെ പാർട്ടീഷൻ ചെയ്ത് അതിൻ്റെ സമ്മൊക്കെ ആയിട്ടാണ് അല്ലേ നമ്മൾ സിഗ്മ ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞിട്ട് അവിടെ എ ടു എ എന്ന് പറഞ്ഞ ഒരു പോയിൻറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു എഫ് ഓഫ് എക്സ് 0 ആണ്. അതേപോലെ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് മൈനസ് ഇൻറ്റഗ്രൽ ബി ടു എ. ഇൻറ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നെഗറ്റീവ് വാല്യൂ വരും. ഓക്കെ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റിനെ തന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലത്തിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണ്, സോ ഇൻറ്റഗ്രൽ വാല്യൂ 0. സെക്കൻഡ് വണ്ണ് ഇവർ ഇത് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രൽ ഓഫ് 4x മൈനസ് എക്സ് ക്യൂബ് ബൈ 3 വിതിൻ ദ ലിമിറ്റ് 3 to -1 ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും, 4 ഇൻറ്റു -1 മൈനസ് 3 മൈനസ് 1/3 ഇൻറ്റു -1 മൈനസ് വരും. അപ്പോൾ പ്ലസ് 27 എന്ന് വരും. സോ ഇവിടെ -4 വരും, -16 വരും, -1/3 ഇൻറ്റു 26 എന്ന് വരും അല്ലേ. രണ്ട് വാല്യൂ സെയിം ആണ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ ഇൻറ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ബി മൈനസ്. നമ്മളിതൊന്നും ചെയ്യാറില്ല. എങ്ങനെയാണ് ചെയ്യുക, ഇൻറ്റഗ്രൽ എ ടു ബി സി ഡി എക്സ് എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാം, സി ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി 1 ഡി എക്സ് എന്ന് വരും. ഇൻറ്റഗ്രൽ ഓഫ് 1 എന്താണ്, എക്സ് ആണ് അല്ലേ, വിതിൻ ദ ലിമിറ്റ് എ ടു ബി, അതായത് സി ഇൻറ്റു ബി മൈനസ് എ.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർക്കാം? ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് ഇൻ്റർവൽ, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് നേരിട്ട് ചെയ്യാം അല്ലേ? എന്തെങ്കിലും നമുക്ക് 3 ഇൻറ്റു എക്സ് എന്നൊക്കെ എഴുതി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് 3നെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് 3 എന്ന് പറയുന്നത് 3x ആണ്. അപ്പർ ലിമിറ്റ് 2 7, അപ്പർ ലിമിറ്റ് 7, ലോവർ ലിമിറ്റ് 2, ദാറ്റ് ഈസ് 3 ഇൻറ്റു 7 മൈനസ് 2, ദാറ്റ് ഈസ് 15. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് സം ഓർ ഡിഫറൻസ് ഓഫ് 2 ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? സം ആണെങ്കിൽ സമ്മ്, ഡിഫറൻസ് ആണെങ്കിൽ ഡിഫറൻസ്. ഇൻ്റഗ്രൽ ഓഫ് സം ഓഫ് 2 ഫംഗ്ഷൻ ഈസ് sum of their respective integrals. Similarly, integral of difference of 2 function is a difference of their respective integrals, and the integral of cf of x, the constant can be taken outside from the integral sign. Okay, അത് ഇതിൻ്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോന്നിനും ചെയ്യാം. നമ്മൾ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പറയാം? നമ്മൾ എങ്ങനെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരുന്നത്? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എ ടു ബി എന്ന് പറയുന്നതാണെങ്കിൽ എ ടു ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ പാർട്ടീഷൻസ് കൺസിഡർ ചെയ്യും അല്ലേ? അങ്ങനെ ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള ഈക്വൽ ലെങ്ത് ഉള്ള ഓരോ ചെറിയ ചെറിയ ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്ത് അതിനുള്ളിലെ ആർബിട്രറി പോയിൻ്റ് ആണ് നമ്മുടെ സി കെ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ കേസിൽ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ് എഴുതുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സി എഫ് ഓഫ് എക്സിൻ്റെ കേസിൽ സി എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതും. സിഗ്മയുടെ അകത്താണ് കോൺസ്റ്റൻ്റ് ഉള്ളത്. ഈ സിഗ്മ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെ എന്ന് പറയുന്ന വേരിയബിളിനെ മാത്രമാണ്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് കോൺസ്റ്റൻസി ഔട്ട്സൈഡ്. അപ്പോൾ ഏതാ ഫോമിൽ വന്നിരിക്കുന്നത്? സി ഇൻറ്റു ലിമിറ്റ് 10 ടെൻസ് ടു ഇൻഫിനിറ്റി കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ ഓരോന്നിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ അതാണ് അതിൻ്റെ തിയറി. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുക്കുന്നത്. ഓക്കെ, ദെൻ യൂസ് ദ റിസൾട്ട്. ഇപ്പോൾ ഇത് ഈ വാല്യൂ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 1 x square dx is equal to 1 is given. We have to find or we have to evaluate both this integral. So integral 0 to 1 x square minus 4. ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് വെച്ച് എന്തൊക്കെ ചെയ്യാം? നേരിട്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ടേം മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം എന്ന് എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3, 4ൻ്റെ ഇൻ്റഗ്രൽ 4x വിതിൻ ദ ലിമിറ്റ് 0 to 1. ഇത് നോക്കിയേ, ഇങ്ങനെ ചെയ്യുമ്പോഴേ ഈ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഓൾറെഡി ഈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇൻ്റഗ്രൽ 0 to 1 x square dx മൈനസ് ഇൻ്റഗ്രൽ 0 to 1 4dx. ഇതൊക്കെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ വാല്യൂ ഓൾറെഡി 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 1/3 എഴുതാം. മൈനസ് ഇതെന്താണെന്നാണ് പറഞ്ഞത്? 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് 1/3 മൈനസ് 4. ഓക്കെ, അതേപോലെ അടുത്തതും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് x³ 3 എന്നൊക്കെ വെച്ച് ഇവിടെ വാല്യൂ തന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇതിൻ്റെ വാല്യൂ 1/3. ഇവർ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ആൻഡ് നോൺ നെഗറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗീവ്സ് ദ ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് അല്ലേ? ഇതാണ് ഏരിയ അണ്ടർ ദ റീജിയൻ. ഇഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, ഇവിടെ നോക്കി എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇതേ എ ടു സി ഉള്ള ഏരിയ അല്ലേ, പ്ലസ് സി ടു ബി ഉള്ള ഏരിയ. ശരിയാണല്ലോ? ഇനി ടോട്ടൽ ഏരിയനെ നമ്മൾ എങ്ങനെ എഴുതാം? എ ടു ബിയിലുള്ള അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഏരിയ നമ്മൾ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാം. ശരിയാണല്ലോ? വിച്ച് ഈസ് നത്തിങ് ബട്ട് area under the graph from a to c, that is integral a to c f of x dx plus integral c to b f of x dx. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഒറ്റ പ്രോബ്ലം ഉണ്ട്. സപ്പോസ് ദാറ്റ് integral 1 to 6 f of x dx is equal to വാല്യൂ തന്നിട്ടുണ്ട്. ഇത് 8 ആണ്, ഈ വാല്യൂ 5 ആണ്. ആണെങ്കിൽ 1 to 4 കാണാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്?
ഇൻ്റഗ്രൽ 1 to 6 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ 4ലാണ് കേട്ടോ സ്പ്ലിറ്റ് ഉള്ളത്. ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 to 6 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ശരിയാണല്ലോ? ഓക്കെ. അപ്പം അതിൽ ഇത് തന്നിട്ടുണ്ട് 8 ഈക്വൽ ടു 1 to 4 എന്ന് പറഞ്ഞത് നമുക്കറിയില്ല. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതി 1 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതി. പ്ലസ് 4 to 6 നമുക്കറിയാം. അതെന്താ? 5. ഇറ്റ്സ് ഓൾസോ ഗിവൺ. സോ ഇൻ്റഗ്രൽ 1 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 8 minus 5 which is nothing but 3. ഓക്കെ. Properties 4, 5, 6 അല്ലേ? പ്രോപ്പർട്ടി 4 എന്താ പറയുന്നത്? ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് ഓൺ ത്രൂ ഔട്ട് ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ? ത്രൂ ഔട്ട് എ ബിയിൽ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. ദെൻ ഇൻ്റഗ്രൽ വാല്യൂ ബൈ ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇപ്പോൾ ഇവിടെ സമ്മേഷനിൽ 2 ടേംസാണ് ഉള്ളത് അല്ലേ? എഫ് ഓഫ് സി കെ ഉണ്ട്, ഡെൽറ്റ എക്സ് ഉണ്ട്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞ് ഇൻ്റർവെല്ലുകളുടെയൊക്കെ ലെങ്ത് ആണ്. അപ്പോൾ ഇൻ്റർവെല്ലുകളുടെ ലെങ്ത് ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ ഈ എഫ് ഓഫ് സി കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ ടോട്ടൽ സമ്മേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ എല്ലാ എഫ് ഓഫ് സി കെകളും പോസിറ്റീവാണ്. ഡെൽറ്റ എക്സും പോസിറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ആവും. അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് വെച്ചിട്ട് പറയുമ്പോൾ എങ്ങനെ വരിക? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് പറയാം? ഈ ഫോർത്ത് പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ശരിയല്ലേ? അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ മീൻസ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തിരിച്ചിട്ടോ. ഓക്കെ. ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഈ 6th പ്രോപ്പർട്ടിക്ക് ഒന്ന് നോക്കാം. എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു മാക്സിമം വാല്യൂ എമ്മും മിനിമം വാല്യൂ സ്മോൾ എമ്മും ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഇതൊന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ്ടോ ഒരു ഗ്രാഫ് വരച്ചിരിക്കണേ? മാക്സിമം വാല്യൂ ആണ് ഇത്, ക്യാപിറ്റൽ എം. മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം തന്നിട്ടുണ്ട്, അബ്സല്യൂട്ട് മിനിമം സ്മോൾ എം തന്നിട്ടുണ്ട്. ഇനി ഞാനിത് 3 തരത്തിൽ ഇതിൻ്റെ ഏരിയ കാണാൻ പോവാണേ. ഗ്രീൻ കളറിൽ വരയ്ക്കാൻ പോകുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ? എം ഈക്വൽ ടു ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയുള്ള ഏരിയ അണ്ടർ ദ കർവാണ്. ഓക്കെ. ഞാനൊരു യെല്ലോ കളറിൽ വരയ്ക്കാൻ പോകുന്നത് സ്മോൾ എമ്മിൻ്റെ കേട്ടോ അണ്ടർ ദ കർവാണ്. ഇനി നമ്മുടെ ശരിക്കും ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ വരയ്ക്കുന്നുണ്ട്. ഈ 3 എണ്ണം കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവണേ നോക്കി? ഏത് ഏരിയ ആയിരിക്കും കൂടുതലുണ്ടാവുക? ഗ്രീൻ കളറിലെ ഏരിയ അല്ലേ? ഏറ്റവും കുറവുള്ളത് ഏതാ? ആ യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ വരച്ചിട്ടുള്ളതാണ് അല്ലേ? ശരിക്കുള്ള ഏരിയയെക്കാട്ടിലും കൂടുതൽ. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഇനീക്വാളിറ്റി. ഓക്കെ. വലിയ ഏരിയ ആയിരിക്കും അത് ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് ഞാൻ ഗ്രീൻ കളറിൽ വരച്ചത്. അതായത് ക്യാപിറ്റൽ എമ്മിൻ്റെ താഴെയുള്ളത് ക്യാപിറ്റൽ എം ഇൻ്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എം എന്നാണ് വരിക. ഇൻ്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എം എന്താ? എം ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? ഇനി ആ ഓറഞ്ച് കളറിൽ വരച്ചതായിരുന്നു നമ്മുടെ സ്മോൾ എം എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ താഴെയുള്ള ഏരിയ. അതായത് സ്മോൾ എം ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതിൻ്റെ മിഡിൽ. അപ്പോൾ ഈ ഏരിയയുടെ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും. ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ സ്മോൾ എം ഇൻറ്റു ബി മൈനസ്. അത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കേട്ടോ. ഫംഗ്ഷൻ്റെ വാല്യൂ ഇഫ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം, ദെൻ the integral f of x a to b will lies between small m into b minus a and capital M into b minus a. ഇതാണ് പ്രോപ്പർട്ടി. ഓക്കെ. ഇവിടെ നിങ്ങളത് ഏരിയ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനോ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഏരിയ ബിറ്റ്വീൻ 2 കേവ്സ് എന്നൊക്കെ കാണും. അപ്പോൾ ഇവിടെ നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സിൻ്റെ മേലെയാണ്, ഗ്രേറ്റർ ദാൻ ആണ് അല്ല? എപ്പോഴും എല്ലാ പോയിന്റിലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു 2 ആണെന്ന് വിചാരിക്കുക. ജി ഓഫ് 2 ഇവിടെ കിടക്കണുള്ളൂ, പക്ഷേ എഫ് ഓഫ് 2 ഇത് എവിടെയാണ്? ഇത് 5 ആണെന്ന് വിചാരിക്കുക. ജി ഓഫ് 2ൻ്റെ വാല്യൂ ഇതാണ്, പക്ഷേ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ. അപ്പോൾ എങ്ങനെ വാല്യൂ എടുക്കുകയാണെങ്കിലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ, ഇവിടെ സ്ട്രിക്ട്ലി തന്നെയാണ്, ഈക്വൽ ഒന്നല്ല, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ് ആണ്. ഇനി ഏരിയ ഒന്ന് നോക്കിയേ. ഇതാണ് ഏരിയ കംപ്ലീറ്റ് ഇത് ഈ ബ്ലൂ കളറിൽ വരച്ചത് അല്ലേ? എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഇൻ്റഗ്രൽ എ ടു ബി g of x dx എന്ന് പറയുന്നത്. obviously it is clear that integral a to b f of x dx is greater than or equal to integral a to b g of x dx. ഓക്കെ. ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്.
ഇതിനെ ഇവാലുവേറ്റ് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ. ഈ ഇൻറ്റഗ്രലിൻ്റെ മാക്സിമം മിനിമം വാല്യൂ എവിടെയെന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിസൾട്ട് അനുസരിച്ച് നമുക്ക് എന്തറിയാം, ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ നമുക്കറിയാമെങ്കിൽ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ക്രിറ്റിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. ക്രിറ്റിക്കൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ 0 ആയ പോയിന്റുകൾ എവിടെയാണെന്ന് നോക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ മാക്സിമം മിനിമം കാണുക അല്ലേ? ആ പോയിന്റിന് മുമ്പും ശേഷവും അത് ഒന്ന് ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാം. കുറേ പ്രോപ്പർട്ടി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മാക്സിമം മിനിമം പോയിന്റ് കാണാൻ പോകുന്നത്. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കേട്ടോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് √3 + x² ആണ്. നമ്മൾ സാധാരണ മാക്സിമം മിനിമം പോയിന്റ് പോലെ കാണുകയാണെങ്കിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാട്ടോ ഞാനത് എഴുതുന്നത് കാണിക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. അത് 0 ആവുന്ന പോയിന്റ് എക്സ് 0യും ഇൻഫിനിറ്റി ആവുന്ന കേസ് x-3 ആണ്. അതായത് അവിടേക്കാണ് അതിൻ്റെ മാക്സിമം മിനിമം ത്രൂ ഔട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഇൻ്റർവെൽ എന്താ നോക്കിയേ, 1 2 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ 1 2 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇതുപോലൊരു ഇൻക്രീസ് ചെയ്ത് മീൻസ് ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് ഒന്നും വരുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ √3 + x² എന്ന് പറഞ്ഞത് പോസിറ്റീവ് റൂട്ടാണ്. അതെന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതായത് 1 2 3 അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കിത് കണ്ടാൽ അറിയാം. ഇനി 0 to ∞ അതിൻ്റെ ത്രൂ ഔട്ട് അത് ഇൻക്രീസിങ് ആണ്. ഇൻ പെർട്ടിക്കുലർ 1 to 3 എന്ന് പറയുന്നത് ആ ഇൻ്റർവെല്ല് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻ്റർവെല്ലിൽ അതിൻ്റെ മിനിമം വാല്യൂ എവിടെ ആയിരിക്കും? 1 അല്ലേ? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3 ഓക്കെ, ഇപ്പം മിനിമം വാല്യൂ 1ഉം മാക്സിമം വാല്യൂ 3 ആണ്. പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ? സ്മോൾ m × b - a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to അല്ലെങ്കിൽ a to b f of x dx ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M × b - a ആണ് അല്ലേ? അത് എവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്മോൾ m എന്ന് പറയുന്നത് 2 × b - അതായത് 3 - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ റൂട്ട് എഴുതി. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ സ്മോൾ m എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞത്? x 1 ആവുമ്പോഴാണ് സ്മോൾ m എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. അപ്പോൾ സ്മോൾ x = 1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 + 1 എന്ന് വരും. അതായത് 2 എന്ന് വരും. ഓക്കെ, അതാണ് സ്മോൾ m = 2 എന്ന് കിട്ടിയത്. ഓക്കെ, ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ കാണാൻ എന്താ വേണ്ടത്? ക്യാപിറ്റൽ M എന്ന് പറയുന്നത് അറ്റ് x = 3 ആണ്. അതായത് അറ്റ് x = 3ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് √3 + 3² 9 ആണ്. ദാറ്റ് ഈസ് √12 അല്ലേ? 12നെ 2√3 എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് √12 എന്ന് തന്നെ എഴുതാം. അപ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ എമ്മിൻ്റെ പ്ലേസിൽ √12 × b - a 3 - 1. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ ആണ്. ഇവിടെ കറക്റ്റ് വാല്യൂ അല്ല കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനിടയിലാണ് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. മീൻസ് പ്രോബ്ലം ചോദിക്കാം എക്സാമിന്. എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഓക്കെ.